എന്താ പരിപാടി? പരിപാടിയോ? ചമ്മന്തിപ്പൊടി. ചമ്മന്തിപ്പൊടി എന്തൊക്കെ ഇപ്പൊ ഇതിലിട്ടത്? ഇതിപ്പോ കാര്യമായിട്ടൊന്നും ഇട്ടിട്ടൊന്നുമില്ല. ചുവന്നുള്ളി ഇട്ടണ്, വറ്റൽമുളക് ഇട്ടിന്, പുളി ഇട്ടണ്, ഈ മുളക് പൊടി ഒക്കെ തേങ്ങ റെഡി ആയിട്ട്. അത് ശരി. ചെറിയൊരു അഡ്ജസ്റ്റിൽ ഉണ്ടാക്കിയാൽ ഒരുപാട് സാധനങ്ങളൊന്നും ഇട്ടിട്ടില്ല. കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു, അപ്പൊ അത് കേടൊന്ന് പോകണ്ട. അപ്പൊ ഞാൻ അതിന്റെ ഇളക്കി എന്താ ചെയ്യാ? ഇത് വറുത്തെടുക്കും, നല്ലോണം വറുത്തെടുക്കും. വേറെ ഒന്നും ചെയ്യില്ല. എന്നിട്ട് പിന്നെ മിക്സിയിൽ പൊടിച്ചേക്കാ. ഞാൻ എന്താണ് ഉണ്ടാക്കി നിങ്ങൾക്ക് ഓർമ്മല്ലേ? ഓർമ്മല്ല. 2-3 തേങ്ങ ചരിക്കാൻ. ഇത് ഞാൻ തരണ്ടോ? ചട്ടികൾ സ്പൂൺ വേണ്ട, സ്പൂൺ കൊണ്ട് കഴിയൂല. ഒരു 2-3 കൂടി ഉണ്ട്. അതെന്താ സാമ്പാർക്ക് വറുത്തേക്കട്ടെ, കേടുകതി. ആയിക്കോട്ടെ. പണി മക്കളെ, പണി മുഴുവൻ എനിക്കാണ്. പിന്നെ എന്നും ഇവിടെ പണിക്കല്ലേ. നിങ്ങളെ പറച്ചിലൊക്കെ കേട്ടാ തോന്നുന്നു നിങ്ങൾ തന്നെ. കരിയാനോ? തീ കൂട്ടാൻ പറ്റില്ല. ഞാൻ സിമ്മിലിട്ട് ഇങ്ങനെ ആക്കല. കൊറേ നേരം എടുത്തത്. പണിയുണ്ട്. കരിയേ ഞാൻ 1 മണിക്ക് കിടന്നു തുടങ്ങിയിട്ട് 4:15 നീച്ചത്. എനിക്ക് എന്തെല്ലാം ഗുളിക കുടിച്ചിട്ടേ ഭയങ്കര ക്ഷീണം, വേഗം ഉറക്കം വരും. ഇതൊക്കെ ആയിട്ടോ ഭയങ്കര സീരിയസ് ആയിക്ക്. മുട്ടായികളാണ്. ഭയങ്കര ക്ഷീണം പിടിച്ചു. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് തിന്നാന്. എനിക്ക് നല്ല ഇഷ്ടമായി. സാധനം ഞാൻ വരുമ്പോ കൊണ്ടുവരാം. അപ്പൊ എന്നോട് ഞാൻ പറഞ്ഞില്ലേ മുളക് പൊടി ഞാൻ കൊണ്ടുവന്നില്ലേ? ഞാനെന്നെ എടുത്തിട്ട് ഓർമ്മല്ല. നല്ല രസമുണ്ട്. അല്ല എനിക്ക് പിന്നെ അത് തികയില്ല. മുട്ടായി കണ്ടാ പിന്നെ ഓൾക്ക് തികയില്ല. അച്ചുമോളൊന്നല്ല അധികം നിന്നെ ഇവിടെ. അവങ്ങൾ തിന്നാനായിട്ടില്ല നിക്കികള്. തിന്നാനൊന്നായില്ല. ഇത് വറുത്ത് കരട്ടേ. നമ്മൾ പോവുണ്ടെന്ന് നടക്കുന്നു. നാളെ പോവല്ലേ? എന്നാല് സെറ്റ് ആയി. എന്തൊക്കെ പെട്ടതില്? ഞാൻ പറഞ്ഞില്ലേ, കരിവേപ്പിൻ്റെ ഇല, പിന്നെ ചുവന്നുള്ളി, വറ്റൽമുളക് മാത്രം ഇട്ടിട്ടുള്ളൂ. അത് ശരി, അത് മതി. കുറച്ച് മുളക് പൊടി ഇട്ടില്ല. എരിവ് നമുക്ക് നല്ല എരിവാണ്. നിങ്ങൾക്ക് കുറച്ച് മതി, മീഡിയം മതി. ഇത് എങ്ങനെ ഉണ്ടാവില്ലേ പുതിയ മുളക് പൊടിയാ? കുറച്ചിട്ടായി അത് മതില്ലേ. പുളി ഇട്ടിട്ടുണ്ട് ഞാനതില്. പുളി ഇത്ര സാധനം ഉണ്ടെങ്കിൽ ചമ്മന്തിപ്പൊടി റെഡിയായി. ഇത് 2 ദിവസം കൂടെ കാലിയാവും. അതൊക്കെ അത്രേ ഉള്ളൂ. സാധനം തേങ്ങ ഇട്ടപ്പോ കൊറേ ഉണ്ടായിരുന്നു. വറക്കുമ്പോ ഉണ്ടാവില്ല. എനിക്ക് മറ്റും കൂടി വറക്കാണ്ട് സാമ്പാറിന്റെ. അങ്ങനെ ഉണ്ടല്ലേ? സാമ്പാറിന് കുറച്ച് ചെണ്ടി വെച്ചിന്. ഇങ്ങനെ വറുത്ത് വെച്ചാൽ സുഖം. നമുക്ക് ഇങ്ങനെ ചമ്മന്തിക്ക് ചോറിന് ഇങ്ങനെ അടിച്ചു കൊടുത്താൽ. മുളകുപൊടി കുറച്ചുകൂടി ഇടണോ? കുറച്ചുകൂടി മുളകുപൊടി ഇടണ്ടല്ലേ? ഇതുണ്ടായാല് ഓവറടി പോകണ്ട. കുഞ്ഞാപ്പിക്ക് ചിലപ്പോൾ എരി. നീ ഇതെന്താ കാട്ടാ? ഇതൊന്നും കുറച്ച് തണുക്കട്ടെ, എന്നിട്ട് മിക്സിയിൽ പൊടിച്ചാൽ കഴിഞ്ഞ്. അത്ര ഉള്ള പണി. സിമ്പിൾ പരിപാടി. നോക്കാം. ഇത് പല വിധത്തിൽ പല ആൾക്കാരുടെ ഇതിൽ പലതും ചേർക്കണവരുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടം ടേസ്റ്റിനനുസരിച്ചൊക്കെ പലരും ചെയ്യും. ഇതുകൂടി വറക്കണം. ഞാൻ പറഞ്ഞ് ഞാൻ ഉള്ളി കഴുകി വെക്കട്ടെ. അല്ല മോളെ, ഉപ്പിടണ്ടായി? ഉപ്പിടണം. ഉപ്പെപ്പോഴും ഇടുക? അത് ഇതിലിടണമെങ്കിൽ ഇട്ടേക്ക്. ഞാൻ അരക്കുമ്പോട്ടാ ചച്ചിട്ടാ. നിങ്ങൾ ഞാൻ മറന്നു ചച്ചിട്ടാവില്ലേ? നിങ്ങളൊരു കാരണം കണ്ടെത്തിയതാ പോയില്ലേ? പിന്നെ സമ്മതിയിൽ ഉപ്പിടാതൊക്കെയോ? ഇതിലിട്ടേക്കില്ലേ? എന്നാല് കുറച്ചിട്ടായി. എന്നിട്ട് ഇനി വേണമെങ്കിൽ നമുക്ക് ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് മിക്സിയിൽ അടിക്കുമ്പോൾ നോക്കാം. അതൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ അറിയാം എത്ര വേണം എത്ര വേണ്ടെന്ന് പറയും. നിങ്ങളെ പോലെയല്ല ഞങ്ങൾ. സാധനം കാണുമ്പോൾ അറിയും എത്ര ഉപ്പ് വേണം, എത്ര മുളക് വേണം എന്നൊക്കെ. ഇരുട്ടായി. വീഡിയോ കുറച്ച് കളറ് മങ്ങീന്. ആണോ? ഇതാ ഇതാണ് പൊടിച്ചാൽ ഇതോ നല്ല കളറിലേക്ക്. ഞാൻ ഇത് ചിക്കൻ അടിച്ചൊരു റെഡിയാക്കട്ടെ. എന്നിട്ട് നമുക്ക് പൊടിക്കട്ടോ. അരക്കണം. ഞാൻ നോക്കട്ടെ. വേണം. ഇരുട്ടായിട്ടോ, കുറേ നേരം ടൈം പിടിച്ചിട്ട് ഇത് വരട്ടിണ്ടാക്കാൻ. സാമ്പാറിനുള്ള തേങ്ങ ഒക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. അച്ചോള് ഇവിടെ ഉണ്ട്. അച്ചോളെ കാട്ടാൻ പറ്റില്ല. അച്ചോളേ പുതിയ മോഡൽ ട്രൗസറാണ്. ഒറിജിനാലിറ്റി ട്രൗസറിലാണ് നിക്കണത്. അതുകൊണ്ട് അച്ചോളെ കാട്ടാൻ പറ്റില്ല, ഓടും. അപ്പൊ ഇനി മിക്സിയിലിട്ട് ചാമ്പ.
നോക്കട്ടെ ടേസ്റ്റ് ആകണ്ടേ നോക്കണ്ടേ നിങ്ങൾക്ക് കുട്ടിപ്പാലിക്കൊക്കെ ഓളവിടെ എഴുതാണ് അത് പോവാനാണ് ഇപ്പൊ ശല്യം ചെയ്തത് നോക്കിയാ നിങ്ങള് നല്ല വിക്രസാ. ഈ മിക്സി എടുക്കുമ്പോ എപ്പോഴും ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇത് സാധനം വെച്ച് സ്വിച്ച് ഇടാൻ നിൽക്കരുത്. ഇത് ഇവിടെ ഇങ്ങനെ തിരിച്ച് വെച്ചുകൂടെ. ഞാൻ ആ സ്വിച്ച് ഇട്ടിട്ട് അത് വെക്കലുള്ളൂ. അങ്ങനെ ഒരു കംപ്ലൈന്റ് ഉണ്ട്. പല പ്രശ്നങ്ങളും ഉണ്ടാവും. പോയി കളിക്കണേ രണ്ടാമത് ചൊന്ന അമ്പന്നെ കല്ലെത്തിയ ഒറ്റ അടി അടിച്ചാ എന്താ അങ്ങനെ നല്ലോണം അടിക്കുമ്പോ അടിയൊക്കെ ചതഞ്ഞിന് വരൂലേ. ഇതൊക്കെ ഭയങ്കര പേരായിട്ട് നമ്മൾ സാധനം ഉണ്ടാക്കുമ്പോ ഇതൊരു ചൂടുണ്ടാവല്ലോ ഇങ്ങനെ പിടിച്ചാല് അതിന് തുണി കൂടി പേടി. അതിന് പേടിയല്ല, അത് നമ്മളെ കൈ പൊള്ളൂന്നൊരു പേടി. ഞാൻ പിടിക്കണോ നമുക്ക് പേടിയാണേ. നമ്മൾ ഡെയിലി പിടിക്കാത്ത പരിപാടി അല്ലല്ലോ. നിങ്ങൾക്ക് നിത്യാഭ്യാസല്ലേ. പാല് 2-3 ഐറ്റം പാലുണ്ട്. അത് സംഭവത്തിൽ പേച്ചാണ്. കാരണം ഒരാഴ്ചന്റെ മേലെ ഞാൻ 28 റുപ്യന്റെ പാലാണ് മേടിച്ചോണ്ടത്. ആ ഒരാഴ്ചയിൽ ഈ പാല് തന്നെ കൊണ്ടുവന്നത്. ഇതിന് 25 റുപ്യ ഉള്ളൂ. ഇത് പാല് കുറവുണ്ട്. അപ്പൊ പിന്നെ ഇന്ന് 2 ദിവസം മുന്നാണ് ഞാൻ അവനോട് ചോദിച്ചത്. അപ്പോൾ അവനോട് പറഞ്ഞ് പാല് ഇങ്ങക്ക് എന്നാ മറ്റേ പാലാണ് തന്നെ 2 ഐറ്റം പാലുണ്ട് ഇവിടെ ഇറക്കണേ. ഞാൻ പറഞ്ഞു പൊന്നാരെ എങ്ങനെ പറയാം, ഒരാഴ്ചന്റെ മേലെ ഞാൻ 28 വെച്ച് തരുന്നേ. അതില് ഞാൻ പറഞ്ഞേ ഇനിയിപ്പത്തെ കാട്ടിന് പൈസ ഏതായാലും പോയില്ലേ, ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലായിരുന്നു. നോക്കട്ടെ നോക്കട്ടെ ടേസ്റ്റ് ഉണ്ട് നോക്കട്ടെ. ലേശം കൂടെ ആയിട്ട് കുറച്ചും കൂടെ ആകാം. ഓക്കെ. അച്ചോള നേരത്തെ റിമോട്ടൊക്കെ പൊട്ടി പോയി. തന്നെ നാശായിട്ടൊന്നുമില്ല, വർക്കിംഗ്. അവിടുന്ന് ബക്കറ്റിൽ നിന്ന് കുപ്പി എടുത്തോണ്ട് ചവലി പൊടി ഇട്ടേക്കാന് അമ്മനെ പൊന്നു പോയിട്ട് എടുത്തോണ്ട് പക്ഷെ ഒന്നുകൂടി ചതക്കാണ്ടോ വലിച്ച് ഞാൻ രസം കേട്ടോ. പക്ഷെ ഒന്നുകൂടി അരയ്ക്കണം. വറുത്തരച്ച തേങ്ങ മാറ്റിയ ഇത്ര ഉണ്ട്. അത്യാവശ്യം ഉണ്ട്. എത്ര സാമ്പാറുണ്ടാവും? അച്ചുമോള് അതിൻ്റെ ഇടയ്ക്ക് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചെടുത്ത് തലയിൽ മുഖത്ത് നെറ്റില് ഇത് അച്ചുമോള തൊട്ടിച്ചതാ തൊട്ടിട്ടതാക്കി. എങ്ങനെ ഉണ്ടാവില്ലേ? 2-3 സാമ്പാർ അതിലേറൊക്കെ സാമ്പാർ ഇട്ടു തോന്നുന്നു. ഉണ്ടാക്കുമ്പോ അറിയാൻ കഴിയും ഏകദേശം. സമ്മന്തിപ്പൊടി ഉപ്പൊക്കെ പാകമായിരുന്നു കേട്ടോ നേരത്തെ. ഉഷാറ, ഒന്നും പറയാനില്ല. ഓ അല്ല ഭക്ഷണം അടിപൊളിയാ, ഒന്നും പറയാനില്ല. ആള് പൊളിയല്ലെങ്കിലും ഭക്ഷണം സൂപ്പറാ. പക്ഷെ അതില് ബാക്കിയായിരിക്കും കേട്ടോ. കുപ്പി അല്ല ഇജ്ജ് കണ്ടോ? ആ അത് 2 കുപ്പിക്കുള്ള സാധനം അത് കൊള്ളട്ടെ എന്നിട്ടല്ലേ കൊള്ളൂല. എനിക്ക് നാളെ 10 രൂപേന്റെ ഫ്രൂട്ടി വാങ്ങിത്തരാം. അത് കുറച്ച് ഏറും.
അത് കൊള്ളൂല. നോക്കാൻ മതി കൊള്ളൂലേ ഞാൻ പറഞ്ഞത് ഇതില് കൊള്ളു ഇല്ലാന്ന് എന്തെന്ന് ഞാൻ പറയുന്നത്. ഇതിലൊക്കെ കൊള്ളിട്ട് ഞങ്ങൾ കണ്ടത്. ഇല്ലടി കൊള്ളൂല. കണ്ടോ ആര് പറഞ്ഞു കൊള്ളൂല? കണ്ടോ ബാക്കിയായി. എവിടെ എവിടെ ബാക്കിയത്? എവിടെ ബാക്കി? ചിലപ്പോ കൊള്ളു. ഞാൻ ശേഷം ഞാൻ വിചാരിച്ചതിനെക്കാട്ടും വലിപ്പുണ്ട്. ഞാൻ ഈ കുപ്പി ഉപയോഗിക്കുന്ന കുപ്പി അങ്ങനെ അറിയോ? ഇത് എത്ര കൊള്ളൂല എനിക്കറിയും. ആര് പറഞ്ഞു കൊള്ളൂല? ഞാൻ പറഞ്ഞേ നീ ബീച്ചിൽ പോകാൻ നാളെ എന്തായാലും. ഒരു ബീച്ചുമില്ല, മുറ്റത്ത് കേട്ട ഇറങ്ങാ. മറ്റേ ലീഗ് വരാൻ പറഞ്ഞല്ലേ ബീച്ചാന്ന് അങ്ങോട്ട് വിചാരിച്ചോളുക. അത് ചിന്തിക്കലേക്ക് ചുമച്ചിട്ട് വയ്യ. ഇറങ്ങി ഇത് കൊണ്ടില്ലപ്പത് പച്ചമുളക് എവിടെ? ഇതാ ഇവിടെ കേക്കുന്നേ. രണ്ടാണ് മറ്റോള് പഠിക്ക. ഞാൻ പറഞ്ഞതിൽ കൊള്ളുന്ന്. അങ്ങനെ നമ്മുടെ ചമ്മന്തിപ്പൊടി. അപ്പം നമ്മളെ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. തേങ്ങ വറുത്തത് കേട്ടോ. അടിപൊളിയല്ലേ രണ്ടും? അപ്പം അത്ര ഉള്ളി വെക്കുന്ന പരിപാടി കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളിലെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം ഇനി എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് അടിക്കുക അല്ലേ? ഞങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരും. ടാറ്റാ.